ഡാവിഞ്ചി റിസോൾവിലുള്ള എഡിറ്റ് മൊഡ്യൂൾ, കളർ മൊഡ്യൂൾ, ഫ്യൂഷൻ മൊഡ്യൂൾ, ഈ 3 മൊഡ്യൂളുകളിലും ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് തുടർന്ന് കാണാം. എഡിറ്റ് മൊഡ്യൂളിൽ 3D കീയർ ഉപയോഗിച്ച് എങ്ങനെ ഗ്രീൻ കട്ട് ചെയ്യാമെന്ന് നമുക്ക് ആദ്യം കാണാം. ഇതിനായിട്ട് ആദ്യം നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇഫക്ട്സ് പാനലിൽ ഓപ്പൺ ഇഫക്ട്സ് ചൂസ് ചെയ്തതിന് ശേഷം 3D കീയർ എന്ന് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കണ്ടെത്തുകയോ ചെയ്യുക. ശേഷം 3D കീയർ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ക്ലിപ്പിലേക്ക് ഇടുക. ടൈം ലൈൻ വ്യൂവറിൽ ഓപ്പൺ ഇഫക്ട്സ് ഓവർലേ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇൻസ്പെക്ടർ പാനലിൽ നിന്ന് മാറ്റ് ഫിറ്റ്നസ്സിൽ നിന്ന് ഇൻ ഔട്ട് റേഷ്യോ -100 ആക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ഏരിയയിൽ മൗസ് ഉപയോഗിച്ച് ഡ്രോ ചെയ്യുക. ധാരാളം ഓപ്ഷൻസ് നമ്മുടെ ഇൻസ്പെക്ടർ പാനലിലുണ്ട്. അതിനുശേഷം ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് പുറകിലായിട്ട് പ്ലേസ് ചെയ്യുക. അടുത്തതായിട്ട് ഫ്യൂഷൻ മൊഡ്യൂളിലെ ഡെൽറ്റ കീയർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഫ്യൂഷനിൽ കമാൻഡ് സ്പേസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെൽറ്റ കീ ആഡ് ചെയ്യുക. ഡെൽറ്റ കീ ആഡ് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ടർ പാനലിലേക്ക് മൂവ് ചെയ്ത് അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാളിഫയർ ഉപയോഗിച്ച് സ്ക്രീനിൽ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഗ്രീൻ റിമൂവ് ആകും. കൂടുതൽ ഓപ്ഷൻസ് റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ പാനലിലുണ്ട്. അവിടെ മാറ്റിൽ പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അത് ത്രഷോൾഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ടുള്ള പോർഷൻ റിമൂവ് ചെയ്യപ്പെടും. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ എവിടെയെങ്കിലും ഗ്രേ പോർഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെടും. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി കളർ മൊഡ്യൂളിൽ ആൽഫ നോഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കളർ മൊഡ്യൂളിൽ നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ശേഷം നോഡ് ആഡ് ചെയ്യുന്നിടത്ത് ആഡ് ആൽഫ നോഡ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. നോഡ് കണക്ട് ചെയ്യുക. നോഡ് കണക്ട് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ക്വാളിഫയർ ഉപയോഗിച്ച് ഗ്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനെ തുടർന്ന് നമ്മൾ ഇൻവെർട്ട് ഓപ്ഷൻ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്വാളിഫയർ പ്ലസ് ഉപയോഗിച്ച് നമുക്ക് ഗ്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ ഗ്രീൻ്റെ ഹ്യൂ മാക്സിമം ഗ്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാളിഫയർ പ്ലസ് ഉപയോഗിച്ച് നമുക്ക് ഗ്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് പുറകിലായിട്ട് പ്ലേസ് ചെയ്യുക.